അയ്യപ്പനെ പോലും മോഷ്ടിക്കാൻ ഇടയാക്കിയ ഒരു സാഹചര്യം, അയ്യപ്പന്റെ സ്വർണം പോലും മോഷ്ടിച്ചതിനെതിരെ ഒരു പാട്ട് വൈറലായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ആ പാട്ടൊന്ന് പാടി. ആ പാടി കാണോ നമുക്ക്? ഇതാ പാട് കീബോർഡ് സ്പാനിഷ് മലപ്പുറം. സംഘി കൃസംഘി മുസംഘി മുസ്ലിം ലീഗ് എല്ലാം മൈഡിയർ മക്കളൊന്നും വന്നാട്ടെ ചോദിക്കട്ടെ, ആരാണ് സ്വർണം കട്ടത്? നിന്റെയൊക്കെ നായരോ? മനസ്സിലാക്കണം, ഈ ഒരു ഇലക്ഷൻ കൊണ്ട് BJPയുടെ കാലിന്റെ ഇടയിൽ കൊണ്ട് അടിയറവ് വെച്ചത് ഈ വിവരദോഷികളാണ്. മര്യാദയുടെ ഭാഷയിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു, നിങ്ങൾ ED കൊണ്ട് അന്വേഷിക്കോ, മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കോ ചെയ്തോളൂ എന്ന്. എന്നിട്ട് പോലും ഈ പുന്നാര മക്കൾക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റതിന്റെ പിന്നാലെ തന്നെ ഇവിടെ കുറെ എണ്ണങ്ങളുടെ നിക്കറ് കീറി മിസൈൽ പാറിയത് നമ്മൾ കണ്ടതാ. RSSന്റെ കരോൾ അക്രമങ്ങളും മുസ്ലിം ലീഗിന്റെ ചാണകം തളിക്കലും കണ്ടതാണ്. BJP വന്ന് നാട് നക്കിയെടുക്കുന്നത് വരെ അവന്മാര് കളിച്ചു. ശബരിമലയിലെ ഏറ്റവും മുതിർന്ന തന്ത്രി കണ്ഠരാര് രാജീവരെയാണ് SIT തെളിവുകൾ അടക്കം അറസ്റ്റ് ചെയ്തത്. 2007 UDF ഭരണകാലത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടുത്തെ പ്രധാന പരികർമ്മിയാണ്. തന്ത്രി രാജീവർക്കൊപ്പമുള്ള ഫോട്ടോയടക്കം പുറത്തു വന്നു. അതുപോലെ ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണെന്ന് SIT കണ്ടെത്തി. പാളിയിൽ സ്വർണം പൂശാനുള്ള അനുമതി അടക്കം പോറ്റിക്ക് കൊടുത്തത് തന്ത്രിയാണ്. ശബരിമലയിൽ നിന്ന് പൂശാൻ കൊണ്ടുപോയ ഒറിജിനൽ സ്വർണ്ണ പാളിയിൽ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയ മഹസ്രിൽ ഒപ്പിട്ടതും ഈ പറയുന്ന തന്ത്രി തന്നെ. ഒറിജിനൽ സ്വർണ്ണ പാളിയായിരുന്നിട്ടും ചെമ്പ് പാളി എന്ന് അയാൾ അതിനകത്ത് രേഖപ്പെടുത്തി. സ്വർണ്ണ കൊള്ളയിൽ പോറ്റിക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് തന്ത്രിയാണെന്ന് SIT തെളിവുകളോടുകൂടി കണ്ടെത്തി. സ്വർണ്ണക്കൊള്ള കേസിലെ നിലവിലെ പ്രതികളായ A പത്മകുമാറിന്റെയും മുരാരി ബാബുവിന്റെയും മൊഴി ഈ പറയുന്ന തന്ത്രിക്കെതിരാണ്. ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രിയുടെ പങ്ക് SIT വ്യക്തമാക്കിയിരിക്കുന്നു. പിന്നെ ഒരു കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതികളാക്കാം. അതിന് കാരണം നിങ്ങൾ തീവ്രവാദ സംഘടനകളുടെ ആശയദാരിദ്ര്യമാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം.